ഹായ് എവരി വൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് മൊഡ്യൂളിലെ ടോപ്പിക്സ് ആണ്. ഇതിലെ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം, അതിൻ്റെ ഫോർമുലേഷൻ ആൻഡ് മെത്തേഡ്സ് ഫോർ സോൾവിങ് ലീനിയർ LPP പ്രോബ്ലംസ് ആണ്. അപ്പോൾ അതിൽ ഇന്ന് നമുക്ക് ഫസ്റ്റ്ലി പഠിക്കാനുള്ളത് എന്താണ് LPP അല്ലെങ്കിൽ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം എന്താണെന്നുള്ളതും അതിൻ്റെ ഫോർമേഷനുമാണ്, പ്ലസ് അത് എങ്ങനെ സോൾവ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് മെത്തേഡ് ഗ്രാഫിക്കൽ മെത്തേഡ് യൂസ് ചെയ്ത് എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് നോക്കുന്നത്. ദെൻ അത് കഴിഞ്ഞ് നമുക്ക് സിംപ്ലക്സ് മെത്തേഡുണ്ട്, ഡ്യുവൽ സിംപ്ലക്സ് മെത്തേഡുണ്ട്, കുറച്ച് മെത്തേഡ്സും കൊണ്ടുണ്ട് ഈ LPP പ്രോഗ്രാംസ് സോൾവ് ചെയ്യാനുള്ള മെത്തേഡ്സ്. അപ്പം നമുക്ക് ആദ്യം എന്താണ് LPP പ്രോഗ്രാം അല്ലെങ്കിൽ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം അല്ലെങ്കിൽ അതിൻ്റെ ഫോർമേഷൻ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഓക്കെ, ലീനിയർ പ്രോഗ്രാമിംഗ് consisting of അല്ലെങ്കിൽ linear optimization problems consist of methods for solving optimization problems with constraints, that is it is used to find a maximum or minimum. അതായത് ഒപ്റ്റിമം വാല്യൂ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന ഒരു ഫംഗ്ഷൻ്റെ മാക്സിമം അല്ലെങ്കിൽ മിനിമം വാല്യൂ കണ്ടുപിടിക്കണം. ഓഫ് x ഈക്വൽ ടു x1 x2 എക്സെട്ര xn ഓഫ് എ ലീനിയർ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ z ഈക്വൽ ടു f of x ഈക്വൽ ടു a1 x1 പ്ലസ് a2 x2 പ്ലസ് എക്സെട്ര പ്ലസ് an xn സാറ്റിസ്ഫൈങ് സം കൺസ്ട്രെയിൻസ്. അതായത് നമുക്ക് f of x z ഈക്വൽ ടു f of x പറയുന്നൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ടാവും. അതിനെ വിത്ത് റെസ്പെക്ട് ടു സം കൺസ്ട്രെയിൻസിൽ നമുക്ക് ആ ഫംഗ്ഷൻ്റെ മാക്സിമം അല്ലെങ്കിൽ മിനിമം കണ്ടുപിടിക്കാനുള്ള ആ മെത്തേഡിനെയാണ് നമ്മൾ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ LPP ചില പ്രോബ്ലംസിൽ നമുക്ക് ഡയറക്റ്റ്ലി ആ ഇക്വേഷൻസ് മിനിമൈസ് ചെയ്യേണ്ട ഫംഗ്ഷൻ എന്താണെന്നും ആ കൺസ്ട്രെയിൻസ് എന്താണെന്നും നമുക്ക് ഡയറക്റ്റ്ലി തന്നിട്ടുണ്ടാവും. ചില പ്രോബ്ലംസിൽ നമുക്കങ്ങനെ ആ ഫംഗ്ഷൻ എന്താണെന്ന് ഉൾപ്പെടെ ഫംഗ്ഷനും കൺസ്ട്രെയിൻസും നമ്മൾ തന്നെ കണ്ടുപിടിച്ചിട്ട് വേണം സോൾവ് ചെയ്യാനായിട്ട്. അപ്പോൾ അതാണ് ആക്ച്വലി LPP ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ. ലീനിയർ പ്രോഗ്രാമിംഗ് നമുക്ക് തന്നിരിക്കുന്ന ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് നമ്മൾ പ്രോബ്ലം ജനറേറ്റ് ചെയ്തിട്ട് ആ കൺസ്ട്രെയിൻസ് യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട്. അപ്പോൾ എങ്ങനെയാണ് ഒരു LPP ഫോം ചെയ്യുന്നതെന്നുള്ളതാണ് അടുത്ത് നമ്മൾ പറഞ്ഞേക്കുന്നത്. ദ സ്റ്റെപ്സ് ടു ഫോർമുലേറ്റ് ആൻ LPP ആർ identify the decision variables, identify the constraints, express the objective function, then optimize the objective function, construct a graph, and identify the feasible region and find the optimum point. അതായത് ഒരു LPP ഫോം ചെയ്യാനുള്ള സ്റ്റെപ്സ് ആണ്. ഐഡൻറ്റിഫൈ ദ ഡെസിഷൻ വേരിയബിൾസ്. ഡെസിഷൻ വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഈ x1 x2 എക്സെട്ര x എന്ന് പറയുന്ന വേരിയബിൾസ് ഉണ്ടല്ലോ, ആ വേരിയബിൾസ് എന്താണെന്നുള്ളത് നമ്മൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യണം. ദെൻ ഐഡൻറ്റിഫൈ ദ കൺസ്ട്രെയിൻസ്. എന്തൊക്കെയാണ് കൺസ്ട്രെയിൻസ് എന്നുള്ളത്, എന്തൊക്കെയാണ് കണ്ടീഷൻസ് എന്നുള്ളത് നമ്മൾ ഫൈൻഡ് ചെയ്യണം. ദെൻ എക്സ്പ്രസ് ദ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. ഇതാണ് z ഈക്വൽ ടു f of x എന്ന് പറയുന്നതാണ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. ആ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഏതാണെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ദെൻ ഒപ്റ്റിമൈസ് ദ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. ആ ഫംഗ്ഷനെ ഒപ്റ്റിമൈസ് ചെയ്യുകയെന്ന് പറഞ്ഞാൽ മാക്സിമം ആണോ മിനിമം ആണോ അത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. അതായത് നമ്മൾ കണ്ടുപിടിച്ച ആ ഫംഗ്ഷനെ മാക്സിമൈസ് ആണോ ചെയ്യേണ്ടത് മിനിമൈസ് ആണോ ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. ദെൻ കൺസ്ട്രക്റ്റ് എ ഗ്രാഫ്. അതനുസരിച്ച് നമ്മൾ ഗ്രാഫ് കൺസ്ട്രക്റ്റ് ചെയ്യുക. ഇനി ആ ഫീസിബിൾ റീജിയൻ, അതായത് ആ മിനിമം അല്ലെങ്കിൽ ആ ഒപ്റ്റിമം സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആ റീജിയൻ ഏതാണെന്ന് നമ്മൾ ആ ഗ്രാഫിൽ നിന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. ദെൻ അത് കഴിഞ്ഞ് നമ്മൾ ഒപ്റ്റിമം സൊല്യൂഷൻ കണ്ടുപിടിക്കണം. അതാണ് ഒരു LPP ഫോർമേഷൻ്റെ സ്റ്റെപ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ ഒരു നോട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. ഫീസിബിൾ റീജിയൻ റെപ്രസെൻറ്റ്സ് ഓൾ ദ കോമ്പിനേഷൻസ് ഓഫ് x1 x2 എക്സെട്ര xn ദാറ്റ് സാറ്റിസ്ഫൈസ് ദ കൺസ്ട്രെയിൻ. ഫീസിബിൾ റീജിയൻ എന്ന് പറഞ്ഞാൽ ആ കൺസ്ട്രെയിൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്ന പോയിൻറ്റ്സിൻ്റെ ഒരു കളക്ഷൻ ഉണ്ടാവുമല്ലോ, ആ പോയിൻറ്റ്സ് എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്യുന്ന ആ റീജിയനെയാണ് നമ്മൾ ഫീസിബിൾ റീജിയൻ എന്ന് പറയുന്നത്. അപ്പോൾ ജനറലി നമ്മൾ ഗ്രാഫിക്കൽ മെത്തേഡ്സ് ആണ് ഈ LPP സോൾവ് ചെയ്യാനാണ്. ടു ഡിസിഷൻ വേരിയബിൾസ് ഉള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ നമ്മൾ ഗ്രാഫിക്കൽ മെത്തേഡാണ് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ്. ഇനി നമ്മൾ സിംപ്ലക്സ് മെത്തേഡും ഡ്യുവൽ സിംപ്ലക്സ് മെത്തേഡും ഒക്കെ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഗ്രാഫിക്കൽ മെത്തേഡാണ്. ഓക്കെ, അപ്പം നമുക്ക് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ജസ്റ്റ് ഇക്വേഷൻ തന്നെ സോൾവ് ചെയ്യാൻ മാത്രമല്ല അത് ഫോർമുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ സോൾവ് ചെയ്യേണ്ടത്. അപ്പോൾ അതിലെ ഫസ്റ്റ് പ്രോബ്ലം നമുക്ക് നോക്കാം. അപ്പോൾ അത് ഒരു പാരഗ്രാഫായിട്ടായിരിക്കും സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ടാവുക. അതിൽ നിന്ന് വേണം നമ്മൾ ഇക്വേഷൻസ് കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ നോക്കി ആദ്യം ആ പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ് ഫുൾ ഒന്ന് വായിക്കാം. എ മാനുഫാക്ചറർ പ്രൊഡ്യൂസസ് 2 products P1 and P2. Each product requires different amount of resources
resources profit from product P1 is rupees 300 per unit and from P2 is rupees 500 per unit. The total resource available is 4 units of resource 1 and 6 units of resource 2. P1 requires 1 unit of resource 1 and 2 units of resource 2, whereas P2 requires 2 units of resource 1 and 1 unit of resource 2. Form an LPP such that the profit is maximum. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? ഈ പ്രോബ്ലത്തിൽ നിന്ന് നമ്മുടെ LPP പ്രോഗ്രാമിംഗ് എന്താണെന്നുള്ളത് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. അപ്പോൾ അത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ആദ്യം ക്വസ്റ്റ്യൻ നന്നായിട്ടൊന്ന് വായിക്കുക. എന്താ ചെയ്യുന്നത്? ആദ്യം നമ്മൾ ഫസ്റ്റ് സെൻറ്റൻസ് നോക്കി. എ മാനുഫാക്ചറർ പ്രൊഡ്യൂസസ് 2 പ്രോഡക്ട്സ് P1 ആൻഡ് P2. അപ്പോൾ ഏതൊക്കെ പ്രോഡക്ട്സാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? 2 പ്രോഡക്ട്സ് ആണ്. ഓക്കെ, ഏതൊക്കെയാണ്? P1 ഉം P2. 2 പ്രോഡക്ട്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, P1 ഉം P2. നമ്മൾ ആദ്യം അതങ്ങ് വരച്ചു. 2 പ്രോഡക്ട്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, P1 ഉം P2. ഇനി ഈച്ച് പ്രോഡക്റ്റ് റിക്വയർസ് ഡിഫറെൻ്റ് എമൗണ്ട് ഓഫ് റിസോഴ്സസ്. അപ്പോൾ ഈ ഓരോ P1 പ്രൊഡ്യൂസ് ചെയ്യാനും കുറച്ച് റിസോഴ്സസ് വേണം, P2 പ്രൊഡ്യൂസ് ചെയ്യാനും കുറച്ച് റിസോഴ്സസ് വേണം. ഓക്കെ, അത് എത്ര എണ്ണം ഉണ്ടെന്ന് നമ്മളോട് ആ ഒരു സെൻറ്റൻസിൽ നമുക്ക് മനസ്സിലായിട്ടില്ല. ഇനി പ്രോഫിറ്റ് ഫ്രം പ്രോഡക്റ്റ് P1 ഈസ്, P1 എന്നുള്ള പ്രോഫിറ്റ് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 300 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ P1 എന്നുള്ള പ്രോഫിറ്റ് 300ഉം P2 നിന്നുള്ള പ്രോഫിറ്റ് 500. ഇത് ചെയ്യാനുള്ള മെത്തേഡാണ്. നമുക്ക് ഇക്വേഷൻ എഴുതാനുള്ള എളുപ്പത്തിന് വേണ്ടി ഒരു ടാബുലാർ ഫോമിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യണം കേട്ടോ. P1 പ്രോഫിറ്റ് 300 ആണ്, P2 പ്രോഫിറ്റ് 500 ആണ്. ഇനി ദ ടോട്ടൽ റിസോഴ്സസ് അവൈലബിൾ ഈസ് 4 യൂണിറ്റ്സ് ഓഫ് റിസോഴ്സ് 1 ആൻഡ് 6 യൂണിറ്റ്സ് ഓഫ് റിസോഴ്സ് 2. അപ്പം നമുക്ക് എന്തുണ്ട്? റിസോഴ്സസ് ഉണ്ടെന്ന് പറഞ്ഞു. ഏതൊക്കെ റിസോഴ്സസ് ആണെന്ന് പറഞ്ഞു? റിസോഴ്സ് 1 ഉണ്ട്, റിസോഴ്സ് 2 ഉണ്ട്. അപ്പോൾ റിസോഴ്സസ് എത്ര എണ്ണം ഉണ്ട്? റിസോഴ്സ് 1 ഉണ്ട്, റിസോഴ്സ് 2 ഉണ്ട്. അപ്പം നമ്മൾ അതിനെ R1 R2 എന്നങ്ങ് ജസ്റ്റ് നെയിം ചെയ്യുക. ഓക്കെ, R1 ഉണ്ട്, R2 ഉണ്ട്. അപ്പോൾ ടോട്ടൽ റിസോഴ്സ്, ആ സെൻറ്റൻസ് എന്താ? ടോട്ടൽ റിസോഴ്സസ് അവൈലബിൾ ഈസ് 4 യൂണിറ്റ്സ് ഓഫ് റിസോഴ്സ് 1. അപ്പോൾ റിസോഴ്സ് 1 എന്തേരെയാണെന്ന് പറഞ്ഞാൽ 4 യൂണിറ്റ്സും ഉണ്ട്, റിസോഴ്സ് 2 എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 6 യൂണിറ്റ്സും ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയും ടാബുലേറ്റ് ചെയ്തു. ഓക്കെ, ഇനി അടുത്ത സെൻറ്റൻസ് വായിക്കാം. P1 requires 1 unit of resource 1. അപ്പോൾ P1 എത്ര യൂണിറ്റ് ഓഫ് റിസോഴ്സ് 1 എന്നാണ് പറഞ്ഞേ? 1 യൂണിറ്റ് ഓഫ് റിസോഴ്സ് 1 എന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, 1 യൂണിറ്റ് ഓഫ് റിസോഴ്സ് 1ഉം കണ്ടോ, P1 requires 1 unit of resource 1 and 2 units of resource 2. റിസോഴ്സ് 2 വേണം. P1 1 യൂണിറ്റ് ഓഫ് റിസോഴ്സ് 1ഉം വേണം, 2 യൂണിറ്റ്സ് ഓഫ് റിസോഴ്സ് 2ഉം വേണം. വേറാസ് P2 requires 2 units of resource 1. P2 കോളത്തിലേക്ക് എഴുതുക, 2 units of resource 1 and 1 unit of resource 2. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ടേബിൾ. അപ്പം നമുക്ക് എന്താ ചെയ്യേണ്ടത്? അത്രയും നിന്നോട്. ഇനി ഫോം ആൻ LPP സച്ച് ദാറ്റ് ദ പ്രോഫിറ്റ് ഈസ് മാക്സിമം പ്രോഫിറ്റ് കിട്ടുന്ന രീതിയിൽ നമ്മൾ ഈ ടേബിളിനെ ടാബുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ഈ പ്രോബ്ലം ഫൈൻഡ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ്? നമുക്ക് 2 പ്രോഡക്റ്റ്സ് ആണ്. അപ്പോൾ അത് ആദ്യം നമ്മൾ കൊടുത്തു, P1 ഉം P2. ദെൻ നമുക്ക് കുറച്ച് റിസോഴ്സസ് ഉണ്ടെന്ന് പറഞ്ഞു, അത് എത്രയാണെന്ന് നമുക്ക് അറിയത്തില്ല. ദെൻ അടുത്ത സെൻറ്റൻസിൽ പറഞ്ഞിട്ടുണ്ട് പ്രോഫിറ്റ് ഫ്രം പ്രോഡക്റ്റ് P1 എന്ന് പറയുന്നത് 300 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, P2 എന്നുള്ളത് 500 ആണെന്ന് പറഞ്ഞു. ദെൻ ടോട്ടൽ റിസോഴ്സസ് അവൈലബിൾ ഈസ് 4 യൂണിറ്റ്സ് ഓഫ് റിസോഴ്സ് 1 ആൻഡ് 6 യൂണിറ്റ്സ് ഓഫ് റിസോഴ്സ് 2. അപ്പോൾ 2 റിസോഴ്സസ് ഉണ്ടെന്ന് മനസ്സിലായി. അത് 4 യൂണിറ്റ്സും 6 യൂണിറ്റ്സുമാണ് ടോട്ടൽ ഉള്ളത്. ദെൻ അത് കഴിഞ്ഞ് ഓരോ പ്രോഡക്റ്റിനും എത്ര റിസോഴ്സസ് വേണമെന്നുള്ളതാണ് അടുത്ത സെൻറ്റൻസിൽ പറഞ്ഞിരിക്കുന്നത്. P1 requires 1 unit of resource 1 and 2 units of resource 2, whereas P2 requires 2 units of resource 1 and 1 unit of resource 2. അപ്പോൾ ഇത് ഇത്രയും നമ്മളൊരു ടേബിളായിട്ട് അങ്ങ് റെപ്രസെൻ്റ് ചെയ്യാം. ഓക്കെ, ആ ടേബിളാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അതെങ്ങനെയാണ് വരയ്ക്കുന്നത് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു തന്നിരിക്കുന്നത്. ഓക്കെ, ആ ടേബിൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ ടേബിൾ വെച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? നമ്മുടെ LPP ഫോം ചെയ്യാനായിട്ട്. അപ്പം നമുക്ക് എങ്ങനെ LPP ഫോം ചെയ്യാൻ പറഞ്ഞേക്കുന്നത്? പ്രോഫിറ്റ് മാക്സിമം കിട്ടുന്ന രീതിയിൽ ഒരു LPP ഫോം ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ P1 എന്ന പ്രോഡക്റ്റിൻ്റെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 300 rupees ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, P2 പ്രോഫിറ്റ് 500 rupees ആണെന്ന് പറഞ്ഞിട്ടുണ്ട്.
ഓക്കെ, അപ്പോൾ P1 എന്ന പ്രോഡക്റ്റിനെ നമ്മൾ x1 ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുക, P2 എന്ന പ്രോഡക്റ്റിനെ x2 ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്താ വേണ്ടേ? പ്രോഫിറ്റ് മാക്സിമം കിട്ടുന്ന രീതിയിൽ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? മാക്സിമം നമ്മൾ ആ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എഴുതാൻ പോവാണ്. മാക്സിമൈസ് z ഈക്വൽ ടു 300x1 പ്ലസ് 500x2. അപ്പം നമുക്ക് മാക്സിമൈസ് ചെയ്യേണ്ടത് പ്രോഫിറ്റിനെയാണ്. അപ്പം മാക്സിമം z ഈക്വൽ ടു ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എഴുതുവാണ് 300x1 പ്ലസ് 500x2 സബ്ജക്റ്റ് ടു. ഇനി നമുക്ക് കൺസ്ട്രെയിൻസ് വേണം. കൺസ്ട്രെയിൻസ് അപ്പോൾ ആരെ വെച്ചിട്ടായിരിക്കും? നമ്മൾ ഈ റിസോഴ്സസിനെ വെച്ചിട്ടായിരിക്കും കൺസ്ട്രെയിൻസ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം റിസോഴ്സ് 1 മാക്സിമം എത്രയാണ്? 4 ആണുള്ളത്. അതിൽ 1 യൂണിറ്റ് x1 വേണ്ടി യൂസ് ചെയ്യും, 2 യൂണിറ്റ്സ് x2 വേണ്ടി യൂസ് ചെയ്യും. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ആദ്യത്തെ കൺസ്ട്രെയിൻറ്റ് സബ്ജക്റ്റ് ടു ദ കൺസ്ട്രെയിൻറ്റ് 1x1 പ്ലസ് 2x2 എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 ആയിരിക്കും. അതായത് മാക്സിമം റിസോഴ്സ് 1 എന്ന് പറഞ്ഞാൽ 4 ആണ്. അപ്പം അതിൽ കുറച്ച് നമ്മൾ x1 വേണ്ടി യൂസ് ചെയ്യും, കുറച്ച് x2 വേണ്ടി യൂസ് ചെയ്യും. മാക്സിമം എവിടെ വരെ വരാൻ പാടുള്ളൂ? 4 വരെ. അതുകൊണ്ടാണ് x1 പ്ലസ് 2x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. അടുത്ത് എന്ത് വരും? 2x1 പ്ലസ് x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6 എന്ന് വരും. ആൻഡ് x1 എപ്പോഴും ഓർക്കുക, x1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും, ആൻഡ് x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പോൾ ഇതാണ് നമുക്ക് ആ ഒരു പർട്ടിക്കുലർ പ്രോബ്ലത്തിൻ്റെ LPP ഫോർമേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ദെൻ നമുക്കിത് സോൾവ് ചെയ്യണം. നമ്മൾ സോൾവ് ചെയ്യാനുള്ള മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഗ്രാഫിക്കൽ മെത്തേഡാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് x1 x2 രണ്ട് വേരിയബിൾസിലാണ് ഇക്വേഷൻസ് എല്ലാം തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കൺസ്ട്രെയിൻസ് വെച്ചിട്ടാണ്, ഈ കൺസ്ട്രെയിൻസ് വെച്ചിട്ട് ആദ്യം ഗ്രാഫ് കൺസ്ട്രക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇക്വേഷൻസ് ഏതൊക്കെയാണ്? ആദ്യത്തെ x1 പ്ലസ് 2x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 എന്നുള്ളതാണ് ഫസ്റ്റ് ഇക്വേഷൻ. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലൈൻ നമ്മൾ വരയ്ക്കുക. x1 പ്ലസ് 2x2 ഈക്വൽ ടു 4 എന്നുള്ള ലൈൻ വരയ്ക്കുക. ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കണം. നമുക്ക് മിനിമം 2 പോയിൻറ്റ്സ് വേണം. അപ്പോൾ ആ 2 പോയിൻറ്റ്സ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? x1 x2 കോളം ടാബുലേറ്റ് ചെയ്യുക. x1 x2. അപ്പോൾ x1ന് 0 കൊടുക്കുമ്പോൾ x2ൻ്റെ വാല്യൂ 2 ആവും. x2ന് 0 കൊടുക്കുമ്പോൾ x1ൻ്റെ വാല്യൂ 4 കിട്ടും. ഓക്കെ, അത് അറിയാമല്ലോ അല്ലേ? x1 പ്ലസ് 2x2 ഈക്വൽ ടു 4 എന്നാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ നമ്മൾ പോയിൻറ്റ്സ് കണ്ടുപിടിക്കാനായിട്ട് എന്താ ചെയ്യുന്നത്? x1 x2 എന്നുള്ളത് ടേബിളിൽ ടാബുലേറ്റ് ചെയ്യുക. x1 x2. നമ്മൾ ആദ്യം x1ന് 0 കൊടുക്കുമ്പോൾ 2 × 2 x2ൻ്റെ വാല്യൂ 2 ആവും. അടുത്ത x2ന് 0 കൊടുക്കുമ്പോൾ ഈ ടേം 0 ആയിപ്പം ബാക്കി x1 ഈക്വൽ ടു 4. അപ്പോൾ 0 2 എന്നുള്ളത് 4 0 എന്നുള്ള 2 പോയിൻറ്റ്സ് കിട്ടും. അപ്പം നമ്മൾ അതിൽ കൂടെ ഇവിടെ നമ്മൾ ആ പർട്ടിക്കുലർ ഗ്രാഫിൽ പോയിൻറ്റ്സ് എല്ലാം പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. ഇതായിരിക്കും നമ്മുടെ ആ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്നത്. x1 പ്ലസ് 2x2 ഈക്വൽ ടു 0. അതായത് 0 2ൽ കൂടെയും 4 0ൽ കൂടെയും പാസ് ചെയ്യുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ നമ്മൾ വരച്ചു. ഇനി അടുത്ത കൺസ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ 2x1 പ്ലസ് x2 ലെസ് ഈക്വൽ ടു 6 എന്നുള്ളത്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിൻറ്റ്സ് എന്ന് പറയുന്നത് 0 6ഉം 3 0. അത് നമ്മൾ വരച്ചു. 0 6ഉം 3 0 ആ പോയിൻറ്റും വരച്ചു. ഇനി നമുക്കിതിൽ ഏത് റീജിയൻ ആണെന്നുള്ളത് നമുക്ക് ആദ്യം കണ്ടുപിടിക്കണം. നോക്കിയാൽ 2 കൺസ്ട്രെയിൻറ്റ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 ആയതുകൊണ്ട് എപ്പോഴും എങ്ങോട്ടായിരിക്കും? 2ൻ്റെ ഡയറക്ഷൻ. അതായത് 2ൻ്റെ ഡയറക്ഷൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയതുകൊണ്ട് 2 ഗ്രാഫും താഴോട്ടായിരിക്കും പോകുന്നത്. താഴോട്ടുള്ള പോയിൻറ്റ്സ് മാത്രമേ വരത്തുള്ളൂ. അപ്പോൾ 2ൻ്റെയും കൂടെ കമ്പൈൻഡ് റീജിയൻ ഏതായിരിക്കും വരുന്നത്? ഇതായിരിക്കും നമ്മുടെ കമ്പൈൻഡ് റീജിയൻ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി ആ കമ്പൈൻഡ് റീജിയൻ്റെ അത്രയും ക്ലിയർ ആയല്ലോ? ഗ്രാഫ് കിട്ടി. അപ്പോൾ കമ്പൈൻഡ് റീജിയൻ എന്ന് പറയുന്നത് ഈ ഒരു ട്രയാങ്കുലർ അല്ല, ഈ ഒരു പർട്ടിക്കുലർ പാർട്ടായിരിക്കും നമ്മുടെ റീജിയൻ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ കോർണർ പോയിൻറ്റ്സ് എല്ലാം നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, ഇത് നമുക്ക് ഓൾറെഡി അറിയാം. ഇത് ഒറിജിനാണ് 0 0. അപ്പോൾ ആദ്യത്തെ നമ്മുടെ പോയിൻ്റ് കിട്ടി 0 0. അടുത്തത് ഈ പോയിൻ്റ് നമുക്കറിയാം എത്രയാണ്? 0 2 ആണ്. അപ്പോൾ ആ പോയിൻ്റ് നമുക്ക് കിട്ടി 0 2. അടുത്തത് ഈ പോയിൻ്റ് ഏതാ? ഈ പോയിൻ്റ് എന്ന് പറയുന്നത് 3 0. അതാ രണ്ടാമത്തെ ഗ്രാഫിൽ ഒരു പോയിൻ്റ് ആയിരുന്നു 3 0. അപ്പോൾ നമുക്ക് ആ പോയിൻറ്റും കിട്ടി 3 0. ഓക്കെ, ഇനി ഈ ഒരു പർട്ടിക്കുലർ ബി എന്ന് പറയുന്ന ഈ പോയിൻ്റ് കണ്ടുപിടിക്കണം. ആ പോയിൻ്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഈ 2 ഇക്വേഷനും കൂടെ സോൾവ് ചെയ്താൽ മതി. x1 പ്ലസ് 2x2 ഈക്വൽ ടു 4 എന്ന് പറയുന്ന ഇക്വേഷനും ഓക്കെ x1 പ്ലസ് 2x2 ഈക്വൽ ടു 4 എന്ന് പറയുന്ന ഇക്വേഷനും അടുത്ത എന്തായിരുന്നു? 2x1 പ്ലസ് x2 ഈക്വൽ ടു 6 എന്നുള്ള ഇക്വേഷനും കൂടെ സോൾവ് ചെയ്യുക. ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെ 2 ആവും, ഇത് 4 ആവും, ഇത് 8 ആവും. ഇത് രണ്ടുകൂടെ സിംപ്ലിഫൈ ചെയ്യുമ്പം 3x2 ഈക്വൽ ടു 2 എന്ന് കിട്ടും. അപ്പോൾ x2 ഈക്വൽ ടു
2/3 എന്ന് കിട്ടും. x2 2/3 കിട്ടുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് വൈയുടെ വാല്യൂ എക്സിൻ്റെ വാല്യൂം കിട്ടും. അപ്പം നമുക്ക് എന്ത് കിട്ടും? 8/3 2/3 എന്നുള്ള പോയിന്റ് കിട്ടും. അതാണ് നമ്മുടെ ബി എന്ന് പറയുന്ന പോയിന്റ്. അപ്പം നമ്മുടെ ആ തന്നിരിക്കുന്ന പർട്ടിക്കുലർ റീജിയനിലെ ബൗണ്ടറി പോയിൻറ്റ്സ്, കോർണർ പോയിൻറ്റ്സ് മാത്രം നമ്മൾ നോക്കുക. അപ്പോൾ ഈ കോർണർ പോയിൻറ്റ്സിലായിരിക്കും എപ്പോഴും മാക്സിമം അല്ലെങ്കിൽ മിനിമം എക്സിസ്റ്റ് ചെയ്യുന്നത്. അതെപ്പോഴും ഓർത്തിരിക്കുക. ഫീസിബിൾ റീജിയൻ കണ്ടുപിടിച്ചു. ഫീസിബിൾ റീജിയൻ്റെ കോർണർ പോയിൻറ്റ്സ് ഏതൊക്കെയാണോ ആ പോയിൻറ്റ്സിലായിരിക്കും മാക്സിമം അല്ലെങ്കിൽ മിനിമം എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യുക? നമുക്ക് പ്രോഫിറ്റിൻ്റെ മാക്സിമം അല്ലെങ്കിൽ മിനിമം എക്സിസ്റ്റ് ചെയ്യുന്ന പോയിൻ്റാണ് വേണ്ടത്. സോ നമ്മൾ മാക്സിമൈസ് ചെയ്യേണ്ട ഫംഗ്ഷൻ നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ആ പർട്ടിക്കുലർ വാല്യൂ, ഈ ഇസഡിൻ്റെ വാല്യൂ നമ്മൾ ഓരോ പോയിന്റിലും കണ്ടുപിടിക്കുക. 0 0 വാല്യൂ 0 ആയിരിക്കും. അടുത്തത് 3 0 വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ 300 × 3 എന്ന് പറയുമ്പോൾ 900 വരും. x2ൻ്റെ വാല്യൂ 0 ആണ്. അപ്പോൾ അത് 900 കിട്ടി. അടുത്ത 8/3 2/3 എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം എന്ത് കിട്ടും? 300 × 8/3. അപ്പം 2400/3 പ്ലസ് 500 × x2 എന്ന് പറയുമ്പോൾ 500 × 2 എന്ന് പറയുന്നത് 1000/3 ഈക്വൽ ടു 1133 പോയിൻറ്റ് സംതിങ്. അങ്ങനെയാണ് നമുക്ക് വാല്യൂ കിട്ടുന്നത്. അപ്പോൾ അത് വാല്യൂ കിട്ടി. അടുത്ത പോയിൻറ്റ് 02 ആണ്. അപ്പം ഇവിടെ ഇത് ക്യാൻസൽ ആയിപ്പോൾ 500 × 2 എന്ന് പറയുമ്പോൾ 1000 കിട്ടും. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഈ പ്രോഫിറ്റിനെ ഇസഡിനെ നമുക്ക് മാക്സിമൈസ് ആയിരുന്നു ചെയ്യേണ്ടത്. അപ്പോൾ സോ നമുക്കിവിടെ കിട്ടുന്നതിലെ മാക്സിമം വാല്യൂ ഏതാണ്? ഇതാണ് 1133 എന്ന് പറയുന്ന പോയിൻ്റാണ്. അപ്പം ഈ പോയിന്റിലായിരിക്കും നമ്മുടെ ഫംഗ്ഷൻ്റെ മാക്സിമം വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്നത്. ആൻഡ് ദ മാക്സിമം വാല്യൂ ഈസ് 1133.3 എന്നും പറഞ്ഞ് നമ്മളങ്ങ് എഴുതിയാൽ മതി. ക്ലിയർ ആയോ? സെയിം പാറ്റേണിലുള്ള ഒരു ക്വസ്റ്റ്യനും കൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതും കൂടെ വർക്കൗട്ട് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം ആ സ്റ്റേറ്റ്മെൻറ്റ് നന്നായിട്ട് വായിക്കുക. ആ പ്രോഡക്ട്സിൻ്റെ പേര് മുകളിൽ കൊടുക്കുക. റിസോഴ്സസ് അല്ലെങ്കിൽ അതിനു വേണ്ടി യൂസ് ചെയ്യുന്ന എന്തെങ്കിലും മെഷീൻസോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആണെങ്കിൽ അത് സൈഡിൽ കൊടുക്കുക. അതനുസരിച്ച് നിങ്ങൾ ആ ടേബിൾ ആദ്യം ക്രിയേറ്റ് ചെയ്യുക. ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നതിലാണ് ഇമ്പോർട്ടൻസ്. അത് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ചെയ്യാനായിട്ട് വളരെ സിമ്പിളാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഈ ഒരു പർട്ടിക്കുലർ പ്രോബ്ലം കൂടെ നിങ്ങൾ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. Okay, thank you.